തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയ ഉപദേശക കമ്മിറ്റി യോഗം വിലയിരുത്തി. കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ്. ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി അത് രാഷ്ട്രീയമാണ്. ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മതേതര കക്ഷികൾ ബിജെപി തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കണമെന്നും യോഗത്തിനു ശേഷം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ബിജെപി രാഷ്ട്രീയ നേട്ടത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സാദിഖ് അലി ഷബ്തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ്. എന്നാൽ ബിജെപി വിശ്വാസത്തെ രാഷ്ട്രീയ അജണ്ടയാക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും തങ്ങൾ പറഞ്ഞു. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടകനായി ബിജെപി ക്ഷേത്ര ഉദ്ഘാടനം മാറ്റുകയാണെന്നും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഹൈന്ദവ സമുദായത്തിന്റെ വിശ്വാസത്തെയും ആരാധന സ്വാതന്ത്ര്യത്തെയും മുസ്ലിം ലീഗ് അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. എന്നാൽ ഉദ്ഘാടന ചടങ്ങ് ബിജെപി കേവലം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. ബിജെപിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ എല്ലാവരും തിരിച്ചറിയണമെന്ന് കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിവേകത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഭരണഘടന, ധാർമ്മികതയും മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒറ്റക്കെട്ടായി മതേതര ശക്തികൾക്ക് നിലയുറപ്പിക്കാനാകണം. മതവിശ്വാസത്തെ അധികാരത്തിലാക്കാനുള്ള മറയായി ബിജെപി വിശ്വാസസമൂഹം തിരിച്ചറിയണം. ഇന്ത്യക്കാരുടെ വിശപ്പും തൊഴിലില്ലായ്മയും മറ്റ് ജനകീയ പ്രശ്നങ്ങളുമാണ് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാവേണ്ടത്. അതാണ് ശരിയായ ജനാധിപത്യം. രാമക്ഷേത്രത്തെ മറയാക്കി യഥാർത്ഥ പ്രശ്നങ്ങളെ അട്ടിമറിക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങളെ ഇന്ത്യൻ ജനത ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കുമെന്നും പ്രത്യാശ മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗം പങ്കുവച്ചു. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.